എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഈ സിറിയയിൽ വൻ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. സിറിയയിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യ സിറിയ റിലേഷൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ലളിതമായി ഒന്ന് പരിശോധിക്കാം. എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യക്കിപ്പം UAE ആയിട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങളോടുള്ളതിൻ്റെ അത്രയും വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വ്യാപ്തിയിലുള്ളൊരു ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള റിലേഷൻസ് ഒന്നും സിറിയയായിട്ടില്ല. കാരണം സിറിയ ഒരു മേജർ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിറിയയെ അധികം ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നിരുന്നാലും നെഹ്റുവിൻ്റെ സമയം മുതൽ നമ്മൾ ഇന്ത്യയും സിറിയയും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാണ് നിലനിന്ന് പോരുന്നത്. പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാശ്മീരാണ്. അതുപോലെ തന്നെ സിറിയയ്ക്ക് ഒരു വിഷയമുണ്ട്. 1967 6 ഡേ വാർ എന്ന് പറയുന്ന ഇസ്രായേലിനെതിരെയുള്ള അറബ് രാജ്യങ്ങൾ എല്ലാം കൂടിയുള്ളൊരു 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയുടെ ഒരു ഭാഗമായിട്ടുള്ള ഗോളൻ ഹൈറ്റ്സ് പിടിച്ച് അവരുടെ അധീനതയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ പരസ്പരം UN അല്ലെങ്കിൽ മറ്റ് ലോക രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ സിറിയ എസ്പെഷ്യലി നമ്മളെ കാശ്മീരിൻ്റെ കാര്യത്തിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് ഇന്ത്യയും ഈ പറഞ്ഞ ഗോളൻ ഹൈറ്റ്സ് സിറിയയുടെ ആണെന്നും അല്ലെങ്കിൽ സിറിയയ്ക്ക് അത് ന്യായമായിട്ടും തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ടെന്നൊക്കെ രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് വാദിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്നൊരു റിലേഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് രാജ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സിറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം കാര്യമായിട്ടുള്ള വലിയ ട്രേഡോ അല്ലെങ്കിൽ കച്ചവടമോ വ്യാപാരമോ അല്ലെങ്കിൽ ഓയിൽ ഗ്യാസ് ട്രേഡ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെയും പൊതുവേ വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇന്ത്യയും സിറിയയും തമ്മിൽ നിലനിന്ന് പോരുന്നത്. പറഞ്ഞാൽ 1957 നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യമായി നെഹ്റു അങ്ങോട്ട് സിറിയ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അന്നത്തെ സിറിയൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഷുക്രി അൽ കുവാറ്റ്ലി എന്താ പേരൊക്കെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഷുക്രി അൽ എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു രീതിയിലാണ്. അപ്പം അദ്ദേഹം തിരിച്ച് ഇന്ത്യ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അന്ന് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ നോൺ അലൈൻ മൂവ്മെൻറ്റ്, അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിൽ സിറിയ അംഗമാകുകയും അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1950 മുതലേ ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമാണ്, വളരെ ഊഷ്മളമാണ്. ഇതുവരെ ഇപ്പം അവസാനം ഉള്ള അസാദിൻ്റെ കാലം വരെയും അത് അതിനകത്തിൽ പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ബന്ധങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്കറിയാം 2011 അവിടെ സിവിൽ വാർ തുടങ്ങുകയും അതിനുശേഷം അവിടുത്തെ രക്തരൂക്ഷിതമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ ഭരണമാറ്റം ഇപ്പോൾ അവിടെ ഈ റബൽസ് എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് അവിടെ ഭരണം പിടിച്ചടക്കുകയും ആസാദ് അവിടെ നിന്ന് സ്ഥലം വിടുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ആകാനായിരിക്കും സാധ്യത എന്നുള്ളത് നമുക്ക് ഇന്ന് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പം കാശ്മീരിൻ്റെ വിഷയത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നുണ്ടായിരുന്നു. കാശ്മീരിൻ്റെ വിഷയത്തിൽ തന്നെ പ്രത്യേകിച്ച് ഈ മുസ്ലിം രാജ്യങ്ങളുടെ വലിയൊരു കൂട്ടായ്മയുണ്ടല്ലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, OICയിൽ പാകിസ്ഥാനൊക്കെ വലിയ സ്വാധീനമാണല്ലോ. പ്രത്യേകിച്ച് ആൻറ്റി ഇന്ത്യ നറേറ്റീവ്സ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങൾ ഇറക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള പല തരത്തിലുള്ള ന്യായവാദങ്ങൾ അവരുടെ ഭാഗത്ത് ന്യായീകരിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ന്യായീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നതിൽ പാകിസ്ഥാനെ പല രാജ്യങ്ങളും OIC പ്ലാറ്റ്ഫോമിൽ സഹായിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പണ്ട് മുതലേ. അപ്പോൾ അവിടെയൊക്കെ സിറിയ ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എന്നും കൈക്കൊണ്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗോളൻ ഹൈറ്റ്സിൻ്റെ കാര്യത്തിലും, ഗോളൻ ഹൈറ്റ്സ് എന്ന് പറയുമ്പം ഇസ്രായേൽ പിടിച്ചെടുത്ത നമ്മൾ ഈ ഇസ്രായേൽ തമ്മിൽ നല്ല ബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും, കാരണം ഇന്ത്യ ഇക്കാര്യത്തിൽ സിറിയയുടെ വളരെ അനുഭാവപൂർവ്വമായിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അന്ന് മുതൽ. അത് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡാണെന്നല്ല. പ്രത്യേകിച്ച് 1967 ആ ഒരു വാറിൽ ഇസ്രായേൽ ആ ഭാഗം ഓക്കുപ്പൈ ചെയ്യാൻ തുടങ്ങിയതും അതിനുശേഷം ഇപ്പം ഇന്ത്യ സിറിയ റിലേഷൻസിൽ ഇന്ത്യ എപ്പോഴും അത് സിറിയയ്ക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ സിറിയയ്ക്ക് തിരിച്ചെടുക്കാൻ
കാരണം ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ എങ്ങനെയാണോ അതുപോലെ തന്നെ അത് പിന്നെ ഇസ്രേലി ഒക്കുപ്പൈഡ് ഇല്ലേ, ഇസ്രേലി ഒക്കുപ്പൈഡ് സിറിയ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് തിരിച്ചവർക്ക് ന്യായമായി കിട്ടണം, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അന്ന് ഇന്ത്യയും വാദിക്കാറുണ്ട്, സിറിയക്കൊപ്പം നിന്നതിനെക്കുറിച്ച് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കാറുമുണ്ട്, ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നായാലും ശരി. അപ്പം 2011 ഇന്ത്യ ആസാദ് ഈ ഭരണകൂടത്തിനെതിരെ അവിടെ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും കൂടുതലായിട്ട് ആസാദ് ഭരണകൂടവുമായിട്ട് ഇന്ത്യ കൂടുതൽ സഹകരിക്കുകയും, പ്രത്യേകിച്ച് അതിനുശേഷം ആദ്യമൊക്കെ UAEയും സൗദിയൊക്കെ വളരെ പിന്നെ കടുത്ത എതിർപ്പുകളും അല്ലെങ്കിൽ എതിർ നിലപാടുകളൊക്കെ സിറിയക്കെതിരെ എടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ സ്റ്റാൻഡ് ഡയലൂട്ട് ചെയ്യുകയും UAEയും, കാരണം അദ്ദേഹം ഈ പറഞ്ഞ അറബ് എന്താണ് പറയുന്നത് കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുകയും UAEയും സൗദിയൊക്കെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്തു, വളരെ അടുത്ത കാലത്താണ്. അപ്പം പ്രത്യേകിച്ച് ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ സിറിയയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ സിറിയയ്ക്ക് ചെയ്തു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈലാറ്ററൽ റിലേഷൻ ഞാൻ പറഞ്ഞ 57 മുതൽ നെഹ്റുവിൻ്റെ അങ്ങോട്ടുള്ള വിസിറ്റും പിന്നെ തിരിച്ച് അവരുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇങ്ങോട്ടുള്ള വിസിറ്റും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും ഇന്ത്യക്ക് നല്ലൊരു സുഹൃത്തിനെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സിറിയയായിട്ട്. അപ്പം നമ്മളെ എന്നും കാശ്മീരിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള പിന്നെ ഒരു നിലപാടെടുക്കുന്ന OICയിലോ അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു സിറിയ എന്ന് പറയുന്നത്. OICയിലെ പ്രത്യേകിച്ചൊക്കെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വളരെ പിന്നെ രൂക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും മറ്റ് ഇസ്ലാമിക് കൺട്രീസിനെ പാകിസ്ഥാൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയും കാശ്മീരിനെ കുറിച്ച് പിന്നെ തെറ്റായിട്ടുള്ള നറേറ്റീവ്സൊക്കെ പാകിസ്ഥാൻ മുന്നോട്ട് കൊണ്ടുവരുന്നൊക്കെ സാഹചര്യത്തിൽ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം നമുക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ സിറിയ എപ്പോഴും പറയാറുള്ളത്, കാരണം അവർക്ക് ഗോളൻ ഹൈറ്റ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണെന്നും ഇന്ത്യ പിന്നെ ഏത് രീതിയിലാണ് അത് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള നിലപാടാണ് എപ്പോഴും സിറിയ കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലില്ലാതെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മീഡിയേഷൻ ഇല്ലാതെ പിന്നെ അതൊരു ആഭ്യന്തര പ്രശ്നം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അത് ആഭ്യന്തരമായി തന്നെ അത് കൈകാര്യം ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക എന്നൊക്കെയുള്ളൊരു നിലപാടാണ് സിറിയ എന്നും കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ഗോളൻ ഹൈറ്റ്സിൻ്റെ കാര്യം ഇക്കാര്യത്തിൽ തിരിച്ച് ഇന്ത്യയും അതുപോലുള്ള പിന്നെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് തിരിച്ച് ഇന്ത്യ സിറിയയ്ക്കും നൽകിക്കൊണ്ടിരുന്നത് പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിൽ നമ്മളിപ്പം ഒരു വൻപിച്ച വ്യാപാരം അല്ലെങ്കിൽ ഒരു ട്രേഡ് ഇന്ത്യ സിറിയ ഒന്നും ഇല്ലെങ്കിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ണറാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള വലിയ ട്രേഡൊന്നും സിറിയയുമായിട്ടില്ലെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഫുട് പ്രിൻറ്റ്സ്, കാര്യമായിട്ടുള്ള വെയ്പ്പുകൾ അല്ലെങ്കിൽ കാൽപ്പാടുകൾ നമുക്ക് സിറിയയിൽ കാണാൻ സാധിക്കും. കാരണം സിറിയൻ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുകയും എഡ്യൂക്കേഷൻ അതുപോലുള്ള പല മേഖലകളിൽ അഗ്രികൾച്ചർ, IT ഇതുപോലുള്ള മേഖലകളൊക്കെ ഇന്ത്യയുടെ ഒത്തിരി വിദഗ്ധ സഹായങ്ങൾ ഇന്ത്യ സിറിയയ്ക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. 2023 അവിടെ വലിയൊരു ഭൂമി കുലുക്കം എർത്ത്ക്വേക്ക് വന്നപ്പോൾ ഇന്ത്യ കാര്യമായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഒക്കെ നൽകുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ദശാബ്ദങ്ങളായിട്ട് അവിടെ സിറിയയുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ മറ്റു പുരോഗമന പ്രവർത്തികളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആഭ്യന്തര പിന്നെ എന്താണ് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ. കാരണം സിറിയ അത്ര വലിയൊരു റിച്ചായിട്ടുള്ള ഇപ്പം സൗദി, UAE, ബഹ്റിൻ, കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ ഗൾഫ് ഓയിൽ റിച്ച് കൺട്രീസിനെ പോലെ അത്ര റിച്ചായിട്ടുള്ളൊരു രാജ്യമല്ല. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ വിദഗ്ധ സഹായങ്ങൾ പല മേഖലകളിലും ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നമ്മുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC, അവിടുത്തെ സിറിയക്ക് ഓയിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ വളരെ എന്താണ് ഈ ഗണ്യമായിട്ടുള്ളൊരളവിലൊന്നും സിറിയ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ല എക്സ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതായത് സൗദി അറേബ്യ പോലോ കുവൈറ്റിനെ പോലോ ഇറാഖിനെ പോലെ ഒന്നും ഓയിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് അവിടെ. തീർച്ചയായിട്ടും ഒരു മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യം എന്ന നിലയിൽ തീർച്ചയായിട്ടും അവിടെ ഓയിലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇന്ത്യയുടെ ONGC അവിടെ സിറിയൻ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഓയിൽ കമ്പനിയുമായിട്ട് അവിടെ ജോയിൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അതിലെ കൗതുകകരമായ മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ
ONGCയും പിന്നെ ചൈനയുടെ CNBCയും കൂടെ ഒരുമിച്ച് നിന്നുണ്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ, ഒരു കനേഡിയൻ കമ്പനിയിൽ 37% ഷെയർ സ്റ്റേക്ക് പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ അവിടെ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് നല്ലൊരു വാർത്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, സോഫ്റ്റ്വെയർ, IT രംഗത്തൊക്കെയുള്ള വിദഗ്ധ പിന്നെ സഹായങ്ങൾ നമ്മൾ സിറിയയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയും ഈ സിറിയയും തമ്മിലുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഇന്ത്യ തമ്മിലുള്ള റിലേഷൻ്റെ. കാരണം റിലേഷൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വളരെ ഊഷ്മളമായിട്ടുള്ള റിലേഷൻസാണ്. 57 അല്ലെങ്കിൽ 50 കാലഘട്ടം മുതൽ തീർച്ചയായിട്ടും. പിന്നെ കാരണം ഇപ്പോഴുള്ള ആസാദിൻ്റെ അച്ഛൻ ആസാദ് 60കളിലാണ് അവിടെ ഭരണത്തിൽ വന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ 57 മുതൽ തന്നെ ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ബന്ധങ്ങൾ ഉഭയകക്ഷി ബന്ധങ്ങൾ വളരെ ശക്തമായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിൻ്റെയും പേരിൽ ഉലച്ചിലുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ പലതരത്തിലുള്ള സഹായങ്ങൾ സിറിയയ്ക്ക് ലഭിക്കുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റ് ഡെവലപ്മെൻറ്റിലും, അതുപോലെ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ. കാരണം സിറിയൻ സ്റ്റുഡൻസിനൊക്കെ നമ്മളിവിടെ സ്കോളർഷിപ്പ് കൊടുക്കുകയും PhD മേഖലകളിലൊക്കെ നമ്മൾ അവർക്ക് അവസരങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ പഴയ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ്റെ നേതൃത്വത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. പിന്നെ കാശ്മീരിൻ്റെ വിഷയത്തിൽ ഇങ്ങോട്ട് സഹായിക്കുകയും ഗോളൻ ഹൈറ്റ്സിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന, കാരണം സിറിയയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ അല്പം കൂടെ മെച്ചപ്പെട്ട രാജ്യമായതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്നും നമുക്ക് പലതരത്തിലുള്ള വൈദഗ്ധ്യങ്ങൾ അല്ലെങ്കിൽ വിദഗ്ധമായിട്ടുള്ള സഹായങ്ങൾ സിറിയയ്ക്ക് ചെയ്യാൻ സാധിക്കും. ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭരണമാറ്റം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഇറാൻ അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ടർക്കി, ഇസ്രായേലും US-ഉം പിന്നെ ടർക്കിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു. അല്ലെങ്കിൽ അത് എത്ര കാലത്തോളം നിലനിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം മിഡിൽ ഈസ്റ്റിലെ നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാൻ കഴിയാത്ത തരത്തിൽ ഒരു സാഹചര്യമാണ് എപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ പുതിയൊരു ഈ റബലീസായിട്ടുള്ള ആസാദിനെ ഓടിച്ചിട്ട് പുതിയൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഫാക്ഷൻ അവിടെ വന്നെങ്കിൽ തന്നെ അവരുടെ എതിർചേരികൾ ഇപ്പം തൽക്കാലം ഇറാനും ഹെസ്ബുള്ളയ്ക്കും അല്ലെങ്കിൽ ഈ സിറിയൻ പ്രസിഡന്റ് അസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഫാക്ഷനൊക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ അവർക്ക് തൽക്കാലം ഭരണം അല്ലെങ്കിൽ സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഇത് തീർച്ചയായിട്ടും നമുക്കൊരു സ്ഥായിയായിട്ടുള്ള അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇറാനും ഹെസ്ബുള്ളയൊക്കെ അവരുടെ ശക്തികൾ റീഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് റീഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ അവർക്ക് തീർച്ചയായിട്ടും ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രോക്സി വാസൊക്കെ അവിടെ തുടങ്ങുവാനും അല്ലെങ്കിൽ ആരംഭിക്കാനൊക്കെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ അവിടെ ടർക്കിക്കൊരു സ്വാധീനം കിട്ടി എന്നതുകൊണ്ട് അത് സ്ഥായിയായിട്ടുള്ള സ്വാധീനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് നമുക്ക് മുമ്പോട്ടുള്ള അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. എന്നാലും ഇപ്പോൾ ടർക്കിക്ക് ടെമ്പററി ആയിട്ടെങ്കിലും ഒരു വിക്ടറി ഉണ്ടായെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ടർക്കി ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അത്ര വലിയ സുഖത്തിലല്ല. ടർക്കി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനാണെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ OIC-യിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അതുപോലെ തന്നെ UN-ലൊക്കെ ടർക്കിയുടെ പ്രസിഡന്റ് എർഡോഗാനൊക്കെ കാശ്മീരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രതികൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യവും ഭരണ സംവിധാനം ഒക്കെയാണ് ഇപ്പോൾ ടർക്കിയിൽ നിലനിൽക്കുന്നത്. അവർ കൂടുതൽ കൂറ് കാണിക്കുന്ന പാകിസ്ഥാനോടാണ്. കാരണം പാകിസ്ഥാൻ അവർ പലതരത്തിലുള്ള സഹായങ്ങളും മിലിറ്ററി അസിസ്റ്റൻസും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അസർബൈജാനും അർമീനിയയും തമ്മിലുള്ള റിലേഷൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ അർമീനിയയുടെ ഒപ്പം നിൽക്കുമ്പോൾ അർമീനിയയുടെ എതിർചേരിയായിട്ടുള്ള അസർബൈജാന് ആയുധവും മറ്റു രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകുന്ന ടർക്കിയും പാകിസ്ഥാനും ഒക്കെ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയും ടർക്കിയും തമ്മിലുള്ള റിലേഷൻസ് അത്ര വലിയ സുഖകരമല്ലാത്തതുകൊണ്ട് ടർക്കിക്ക് ഇപ്പോൾ സിറിയയിൽ പുതിയ ഭരണ സംവിധാനത്തിലൊരു സ്വാധീനം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഇന്ത്യയും സിറിയയും തമ്മിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം ഇതുവരെ നിലനിന്നിരുന്ന ബന്ധങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതേ സമാന സ്വഭാവത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ തൽസ്ഥിതി മുൻപോട്ട് തുടരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കത്ര തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കത്തില്ല. അതിനകത്ത് നമുക്ക് വലിയൊരു ഷുവർട്ടി ഇല്ല, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പ് വരുത്താൻ സാധിക്കത്തില്ല.
അപ്പോൾ പുതിയ വരുന്ന ഭരണ സംവിധാനം, ഇപ്പോൾ ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നു, അവർ ഏകദേശം സെറ്റിൽഡായി വരികയാണ്. അപ്പോൾ ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഏകദേശം നോർമലൈസ് ചെയ്യുന്ന വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടമായാലും ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ, കാരണം അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തത്, കാരണം റഷ്യയായിട്ടുള്ള ബന്ധങ്ങൾക്കൊന്നും കുഴപ്പങ്ങളൊന്നും വരത്തില്ല. കാരണം അങ്ങനെ കുഴപ്പം വരുത്തി അവർക്ക് അവിടെ നിലനിൽക്കാനും സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ പരസ്പരം തല്ലുകൂടുന്ന സമ്പ്രദായങ്ങൾ, പ്രോക്സി വാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സി സൈഡിലെ ഹെസ്ബുള്ളയ്ക്ക് തൽക്കാലം ഒരു ദൗർബല്യം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഈ ഇറാനും ഇപ്പം ഈ കഴിഞ്ഞ ഈ ഗാസ ഇസ്രായേൽ വാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ചില എന്താണ് പറയുക, ചില ദൗർബല്യങ്ങൾ, അതുപോലെ തന്നെ റഷ്യ യുക്രൈനിൽ എൻഗേജ്ഡാണ്, ഇറാന് ഹെസ്ബുള്ള. അപ്പം താൽക്കാലികമായിട്ട് അവർക്കൊരു പിന്മാറ്റം വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ പെട്ടെന്ന് ഈ റബൽസിന്, അതായത് അവസാന നിമിഷവും ഈ ഇറാനും റഷ്യയ്ക്കൊന്നും സിറിയൻ പ്രസിഡന്റ് ആസാദിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നൊരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റബൽസിനൊരു മേൽക്കൈ ഉണ്ടാകുകയും ഒരു മുന്നേറ്റം ഉണ്ടാകുകയും അതിന് കാര്യമായ റെസിസ്റ്റൻസ് ഹെസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള മറ്റേതെങ്കിലും അവരുടെ നാഷണൽ ഗാർഡ്സിനൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധത്തിൻ്റെ, കാരണം റഷ്യ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ, അതുപോലെ തന്നെ ഇറാൻ ഹെസ്ബുള്ള ഇസ്രായേലിനെതിരെ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഒരു വെടിനിർത്തൽ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കാര്യമായിട്ടുള്ള പരിക്കുകൾ ഹെസ്ബുള്ളയ്ക്കും ഒക്കെ പറ്റിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ലക്ഷണങ്ങളാണ്. അപ്പം ടർക്കിക്ക് തൽക്കാലം കിട്ടിയിട്ടുള്ള ഈ ഒരു മേൽക്കോയ്മയുടെ ഡോമിനൻസ്, അതിനിയും ഇന്ത്യ സിറിയ റിലേഷൻസ് എത്രത്തോളം അതിനെ ബാധിക്കും, പ്രതികൂലമായിട്ടാണോ അല്ലെങ്കിൽ അനുകൂലമായിട്ടാണോ എന്ന് നമുക്കറിയില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇതിനകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ടർക്കിയുണ്ട്. കാരണം 2011 ഈ സിവിൽ വാർ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്തിൽ സിറിയയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇറാനും റഷ്യയും, ഇറാൻ്റെ പ്രോക്സീസും നമ്മൾ വിളിക്കുന്ന ഹെസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തീസ്, ഗാസയിലെ ഹമാസ്, ഇതുപോലുള്ള ഈ ഫാക്ഷൻസൊക്കെയാണ്. മറ്റ് ഇറാഖിലേക്കുള്ള ചില പ്രോക്സീസൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് കൃത്യമായി ഇപ്പോൾ ഓർക്കാൻ സാധിക്കുന്നില്ല. മറുഭാഗത്ത് ടർക്കി ഉണ്ട്, ഇസ്രായേലുണ്ട്, അമേരിക്ക, സൗദി, ഖത്തറൊക്കെ ഇതിനകത്തിലൊരു മേജർ ഫണ്ടിങ് ഫാക്ടറാണ്. അതുപോലെ തന്നെ തുർക്കി സിറിയയുടെ ഏറ്റവും അടുത്ത അയൽരാജ്യമായതുകൊണ്ട് തുർക്കിയിൽ നിന്നാണ് ഈ റബൽസിൻ്റെ എല്ലാം ആംഡ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ അവരുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റും അവരെ സിറിയയിലേക്ക് കടത്തുന്നതെല്ലാം തുർക്കിയിൽ നിന്നാണ്. ഫണ്ടിങ്ങും അവർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് നാറ്റോ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെട്ട ഒരു ഏർപ്പാടുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്തിൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ തുർക്കിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഈ കർദുകളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. കാരണം കർദിസ്ഥാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ കർദിസ്ഥാൻ എന്ന് പറയുന്നൊരു വിഷയം തുർക്കിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തുർക്കിയെ മാത്രമല്ല, കാരണം ഈ കർദുകൾ തുർക്കിയിലുണ്ട്, സിറിയയിലുണ്ട്, ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്. അപ്പോൾ ഈ 4 രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഉള്ള കർദുകൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് എല്ലാം കൂടെ കൂടിച്ചേർന്നൊരു സ്വതന്ത്ര രാജ്യമായി തീരണം അല്ലെങ്കിൽ മാറണം. ഇപ്പം നമ്മുടെ ബലൂചിസ്ഥാൻ്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതുപോലുള്ള ചില ഈ സ്വതന്ത്ര രാജ്യമാകണം അല്ലെങ്കിൽ സ്വയംഭരണം ആവശ്യപ്പെടുന്ന വിഭാഗങ്ങളെപ്പോലെ തന്നെ കർദുകളും ദശാബ്ദങ്ങളായിട്ട് ഈ ഒരു അവകാശവാദം മുന്നോട്ട് ഉന്നയിക്കുന്നത്. അപ്പം അമേരിക്കയൊക്കെ തീർച്ചയായിട്ടും ഈ കർദുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സാണ് പിന്തുടരുന്നത്. പക്ഷേ ടർക്കിയുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണ് ടർക്കിക്കകത്തുള്ള കർദുകളുടെ ഈ പറഞ്ഞൊരു പ്രഖ്യാപനമാണ്. അപ്പം ടർക്കി സിറിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുർദുകളുടെ മേലും അതുപോലെ ഇറാഖിലെ കുർദുകളുണ്ട്. കാരണം പണ്ട് സദാം ഹുസൈൻ ഉള്ളപ്പോഴും ഇറാഖിലെ കുർദുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹം അഴിച്ചുവിടുമായിരുന്നു പല രീതിയിലും. ഇറാനിൽ കുർദുകളുണ്ട്. അപ്പോൾ ഈ കുർദിസ്ഥാന് അല്ലെങ്കിൽ ഈ വാദം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പം ടർക്കിയുടെ ഏറ്റവും വലിയ വിഷയം കുർദുകളാണ്. അപ്പം ഈ ഇസ്രായേലിൽ അവർ ബോംബിടുന്നത് മൊത്തം കുർദുകളുടെ, പ്രത്യേകിച്ച് കുർദുകളുടെ മേഖലകളിലാണ്. അപ്പം ഈ കുർദുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ടർക്കിയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇസ്രായേലിൻ്റെ ഭീഷണിയെ നിലനിൽക്കുന്നത് ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഈ സിറിയയിലെ അതുപോലെ തന്നെ ഉള്ള ഇറാൻ്റെ പ്രോക്സീസുമാണ്. അപ്പോൾ ഇറാന് ഹിസ്ബുള്ളയായിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇറാഖിൽ കൂടെ വന്ന് സിറിയയിൽ കൂടെ വന്ന് ലെബനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന അവരുടെ പ്രോക്സീസിന് ജോയിൻ ചെയ്യുന്ന ലോജിസ്റ്റിക്സ് ഇപ്പോൾ ഈ സിറിയ ഇറാന് നഷ്ടമായതുകൊണ്ട് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൻ്റെ വലിയൊരു ഭീഷണിക്ക് തൽക്കാലം ഒരു വിരാമം സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിഷയം ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഹിസ്ബുള്ളയും പിന്നെ ഇറാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഇതോടുകൂടി തൽക്കാലമെങ്കിലും, കാരണം ആ ഒരു ലോജിസ്റ്റിക്സ് ഹിസ്ബുള്ളയ്ക്ക് കിട്ടേണ്ട എല്ലാ ലോജിസ്റ്റിക്സും, കാരണം ഇറാഖിൽ കൂടെ സിറിയ വഴി ലെബനിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിപ്പോൾ കട്ട് ഓഫ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു സാധ്യത ഇനിയും തൽക്കാലമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇസ്രായേലിന് അങ്ങനെ ഒരു വിഷയമുണ്ട്. പിന്നെ അമേരിക്ക അറിയാം അവരുടെ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അംബീഷൻസ്, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഉള്ള താല്പര്യങ്ങളല്ല ഒരു രാജ്യത്തിന് എന്നാണ്. പിന്നെ ഇതിനകത്തിലെ മറ്റ് ഖത്തറൊക്കെ എന്തോ ഇതിനകത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയ്ക്ക് അതിൽ പറയാം. ഖത്തർ, സൗദി, ടർക്കിക്ക് ഇതിനകത്തിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ പൈപ്പ് ലൈൻ പൊളിറ്റിക്സാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ശക്തമായിട്ടുള്ള വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സിറിയയ്ക്കെതിരെ ഈ ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ടിട്ട് അവിടുത്തെ ആസാദ് ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തി ആ ഗവൺമെൻറ്റിനെ അവിടുന്ന് ഇല്ലാതാക്കിയിട്ട് പുതിയ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലും താല്പര്യത്തിലുള്ള ഒരു പപ്പറ്റ് അല്ലെങ്കിൽ പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഓയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്നും പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ശരി, നമുക്ക് ഇപ്പം ഇന്ത്യയെ അത് എത്രത്തോളം ബാധിക്കും, അല്ലെ ഇന്ത്യയെ ഇനി എങ്ങനെ ആയിരിക്കും അത് ബാധിക്കും എന്നുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ടർക്കിക്ക് അവിടെ ഒരു ഡോമിനൻസ് കിട്ടിയതുകൊണ്ട് ഏതായാലും ഇന്ത്യക്ക് തൽക്കാലം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇനി പുതിയ ഭരണ സംവിധാനം എങ്ങനെ ആയിരിക്കും അവരുടെ നയങ്ങൾ ഇന്ത്യക്കെതിരെ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പം ടർക്കിയുടെ ഇന്ത്യക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള സമീപനവും അല്ലെങ്കിൽ നയവും നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ടർക്കിയുടെ സ്വാധീനത്തിലുള്ളൊരു ഭരണ സംവിധാനമാണ് അവിടെ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കോട്ടം തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാരണം മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്ത് രാജ്യം ആസാദ് ഗവൺമെൻറ് സിറിയയിലുണ്ടായിരുന്ന ഇന്ത്യക്ക് വലിയൊരു, കാരണം ഈ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയോട് അനുകൂലമായിട്ടുള്ളൊരു നിലപാടുകൾ സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു സിറിയ എന്നുള്ളത്. അപ്പോൾ ഇനിയും വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം അവിടുത്തെ പുതിയ ഭരണ സംവിധാനങ്ങൾ സുസ്ഥിരമാണോ സ്ഥിരമാണോ അല്ലെങ്കിൽ സ്റ്റേബിളാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മിഡിൽ ഈസ്റ്റാണ്, അവിടെ എന്തും സംഭവിക്കാം. ഇറാഖിലെ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്, ലെബനനിലെ വിഷയങ്ങൾ നമുക്കറിയാം, ലിബിയ. പിന്നെ ഇനിയിപ്പോൾ അവരുടെ അടുത്ത ടാർഗറ്റ് ഇറാൻ തന്നെ ആയിരിക്കുമെന്നുള്ളത് നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.